ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി, ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഓർ EOQ എന്ന് പറയും. EOQ ഇത് റിവീൽ ചെയ്യുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു 1 മന്തിലേക്ക് നമുക്ക് 1000 ക്വാണ്ടിറ്റി ആണ് വാങ്ങേണ്ടത്. ഈ 1000 ക്വാണ്ടിറ്റി വാങ്ങാൻ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് 250 യൂണിറ്റ് ഇൻറ്റു 4 ടൈംസ് നിങ്ങൾക്ക് വാങ്ങിക്കാം, ഓർ 500 ഇൻറ്റു 2 ടൈംസ്, ഓർ 1000 ഇൻറ്റു 1 ടൈം. ഇങ്ങനെയൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഏറ്റവും ഇക്കണോമിക്കൽ ഏതാണ്, ഏറ്റവും ലാഭകരം ഏതാണ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം, അത് കണ്ടുപിടിക്കുന്നതാണ് എന്ത്, EOQ എന്ന് പറയുന്നത്. The quantity of material to be ordered at one time is known as economic ordering quantity. This quantity is fixed in such a manner as to minimize the cost of ordering and carrying the stock. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ്. നമ്മൾ ഒരുമിച്ച് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, അതിന്റെ എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലേ. The total cost of material usually consists of total acquisition cost, total ordering cost, total carrying cost. ഇതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. Since the acquisition of cost per unit of material is same whatever is the quantity purchased, ഈ അക്വിസിഷൻ കോസ്റ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. 10 രൂപയുടെ മെറ്റീരിയൽ വാങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയുടെ മെറ്റീരിയലിന്റെ വാല്യൂ ഇപ്പോൾ എത്രയായിരിക്കും, 10 രൂപ തന്നെയായിരിക്കും. പക്ഷെ ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് 10 തവണ പോയി വാങ്ങിക്കുകയാണെങ്കിൽ കോസ്റ്റ് കൂടും, ശരിയല്ലേ. ഓക്കെ, അതുപോലെ തന്നെ 10 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, 10 എണ്ണത്തെയും സ്റ്റോർ ചെയ്യണം, അതിനെന്ത് വരും, കോസ്റ്റ് വരും. അതെന്ത് ചെയ്യാം, നമുക്ക് എണ്ണത്തിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, then the only cost to be taken care are ordering cost and carrying cost, which vary with the quantity order. അപ്പൊ ഈ 10 എണ്ണം വാങ്ങിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 into 5 ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഓർഡറിംഗ് കോസ്റ്റിലും ഈ ക്യാരിയിങ് കോസ്റ്റിലും മാറ്റം വരും. വെൻ യു ട്രൈ ലൈക്ക് 2.5 into 4 ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, then carrying cost, it is the cost of holding the material in the stores, okay, and includes. നമ്മളൊരു മെറ്റീരിയൽ വാങ്ങി സ്റ്റോർ ചെയ്യുന്നു, നമ്മളിപ്പോ നമുക്കറിയാം ചില പെരിഷബിൾ ആയിട്ടുള്ള ആയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പെൻസീവ് ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ എന്നാൽ. ഓക്കെ, സോ carrying cost includes stores and it includes cost of storage space which could have been utilized for the same other purpose. നമ്മളിപ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസ് വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, സ്റ്റോറിംഗ് കോസ്റ്റ്. ദെൻ കോസ്റ്റ് ഓഫ് ബിൻസ് ആൻഡ് ട്രാക്സ്, നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള ബിന്നും ട്രാക്സും അതിന്റെ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ദി മെറ്റീരിയൽ ടു അവോയ്ഡ് ഡിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. Then amount of interest payable on amount of money locked up in the materials. അല്ലെ, ഞാൻ എന്ത് ചെയ്യാണ്, 1,00,000 രൂപയുടെ മെറ്റീരിയൽ വാങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 1,00,000 ഞാൻ എന്ത് ചെയ്യണം, 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, 10,000 രൂപ ഇതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഞാൻ വെറുതെ വാങ്ങി വെച്ചത് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെ എന്താണ്, ക്യാരിയിങ് കോസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് EOQലെ ഇക്വേഷനിലേക്കും അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റ് എന്താ, ഈ കാര്യങ്ങളിലേക്ക് കടക്കാം. Then ordering cost, it is the cost of placing order for the purchase of material and includes cost of staff posted in the purchasing department, inspection section and stores accounts department. Okay, then cost of stationery, postage and telephone charges. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഫോളോ അപ്പ് കോളുകളും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. അതൊക്കെ എന്താണ്, ഓർഡറിംഗ് കോസ്റ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മള് EOQ കാണാൻ നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. റൂട്ട്
2CO divided by I. റൂട്ട് 2CO divided by I ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? EOQ കിട്ടും. ഓക്കെ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിട്ടും. ഇവിടെ ക്വാണ്ടിറ്റി ബി ഓർഡേർഡ് നമ്മൾ EOQ അല്ലെങ്കിൽ Q കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ്. കാരണം ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ 112 യൂണിറ്റ് എന്നായിരിക്കും കിട്ടുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? വൺസ് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ട എത്ര ക്വാണ്ടിറ്റിക്കാണ്? 112 ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ഒരു തവണ വാങ്ങേണ്ടത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. Then C stand for consumption of material concerned in the unit during the year. Okay, എത്ര കൺസംഷൻ, അതാണ് C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. C stands for consumption of material. Then O stand for cost of placing an order, including the cost of receiving the goods, cost of getting an item into firm's inventory. I stand for interest payment, including variable cost of storing per unit per year, that is holding cost of inventory. ഇതാണ് എന്ത് 2CO divided by I കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ ഓക്കെ Find out economic ordering quantity EOQ from the following particulars. ഇതിൽ വരുന്നത് annual usage 6000 unit, cost of material per unit 20, cost of placing and receiving an order 60, then annual carrying cost of 1 unit 10% of inventory value. എന്തായിരുന്നു നമ്മളെ ഇക്വേഷൻ? എന്തായിരുന്നു? 2CO divided by I അല്ലേ? ഓക്കെ, അത് നമ്മൾ ഇക്വേഷൻ പ്ലേസ് ചെയ്തു. സി കൺസംഷൻ, ആനുവൽ കൺസംഷൻ എത്രയാ? 6000 യൂണിറ്റ് ആണ്. ദെൻ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ എത്രയാ? 60 rupees ആണ്. ദെൻ I ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്. ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 10% ഓഫ് ഇൻവെന്ററി വാല്യൂ. 10% ഓഫ് ഇൻവെന്ററി വാല്യൂ. ഇൻവെന്ററി വാല്യൂ എത്ര വരുന്നത്? 20 ആണ് അല്ലെ? 20 ആണ്. ഇതിന്റെ 10% എത്ര വരും? 2 രൂപ വരും അല്ലെ? എങ്ങനെ വരുന്നത്? 20യുടെ 10%, 20 into 10% is equal to 2 rupees. I കിട്ടി, C കിട്ടി, O കിട്ടി. അപ്പൊ നമ്മൾ ഇടുന്നു റൂട്ട് C 6000 യൂണിറ്റ് അല്ലെ? 6000 into O ഓർഡറിംഗ് കോസ്റ്റ് എത്രയായിരുന്നു? 60 all divided by I ക്യാരിയിങ് കോസ്റ്റ് ആണ് എത്ര വരുന്നത്? ₹2. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 600 യൂണിറ്റ്. എത്ര യൂണിറ്റ് ആണ്? 600 യൂണിറ്റ്. അപ്പൊ എത്ര ഓർഡർ പ്ലേസ് ചെയ്യേണ്ടി വരും? പറയാൻ പറ്റുമോ? എത്ര ഓർഡർ പ്ലേസ് ചെയ്യും? നമ്പർ ഓഫ് ഓർഡർ ടു ബി പ്ലേസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ആനുവൽ കൺസംഷൻ ഡിവൈഡ് ബൈ EOQ ചെയ്താൽ മതി അല്ലെ? EOQ ആനുവൽ കൺസംഷൻ എത്രയാ? 6000. EOQ എത്രയാ? 600. അപ്പൊ എത്ര തവണ ഓർഡർ ചെയ്യേണ്ടി വരും? 10 times. ക്ലിയർ? EOQ ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊരു 4 മാർക്ക് ലെവലിൽ ചോദിക്കുന്നതാണ്. ഓക്കെ.